ഭാഷാസൂത്രണം എന്ന വാക്ക് ഇക്കാലത്ത് വളരെയധികം കേൾക്കുന്ന ഒരു പദമാണ്. എന്താണ് ഭാഷാ ആസൂത്രണം എന്നാലോചിക്കുമ്പോൾ ഭാഷയുടെ ശാസ്ത്രീയമായ ചിട്ടപ്പെടുത്തലാണ് എന്ന് മനസ്സിലാകും. എന്താണ് ഈ ശാസ്ത്രീയമായ ചിട്ടപ്പെടുത്തൽ എന്ന് ചോദിച്ചാൽ, ഔദ്യോഗികമായ ഇടപെടലുകളാണ് ഭാഷയെ എങ്ങനെ വേണം നമ്മുടെ ദേശത്ത് അല്ലെങ്കിൽ നാട്ടിൽ നടപ്പിലാക്കേണ്ടത് എന്ന ആലോചനയ്ക്ക് ശേഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി ആവിഷ്കരിക്കുകയും അത്തരം പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന വ്യക്തമായ ആസൂത്രണമാണ് ഭാഷാസൂത്രണം. ഭാഷാസൂത്രണം കൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ചോദിച്ചാൽ, പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഭാഷയുടെ ശുദ്ധീകരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശുദ്ധഭാഷ നടപ്പിലാക്കുക. അപ്പോൾ നിർദ്ദിഷ്ടമായ ഭാഷാ രീതികൾ ആയിരിക്കണം, ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദിഷ്ടമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നതാകാം. ചില സന്ദർഭങ്ങളിൽ മരിച്ചു പോകുന്ന ഭാഷയെ പുനർജീവിപ്പിക്കാനുള്ള ആസൂത്രണ ശ്രമങ്ങളാകാം. ഭാഷാ പരിഷ്കരണവുമായി, അതായത് ബോധപൂർവം ഭാഷയെ പരിഷ്കരിക്കാനുള്ള ഇടപെടലുകളാകാം. അതായത് ലിപി പരിഷ്കരണം പോൽ, വ്യാകരണ ചിട്ടപ്പെടുത്തൽ തുടങ്ങിയുള്ള പദ്ധതികൾ. അതുപോലെ ഭാഷയുടെ മാനകീകരണം. ഒരു ഭാഷയിൽ തന്നെ ആഭ്യന്തരമായി ഒട്ടേറെ ഭാഷകൾ, ഉപഭാഷകളായിട്ട് നമ്മൾ ഭാഷാഭേദം എന്ന് പറയുന്ന ഭാഷാഭേദങ്ങളുള്ളപ്പോൾ കൃത്യമായും വിനിമയ വിടവുകൾ ഉണ്ടാകും. ആ വിനിമയ വിടവുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഭാഷയെ മാനകീകരിക്കേണ്ടതുണ്ട്. അത് സ്റ്റാൻഡേർഡ് ഭാഷ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്ന് നമ്മൾ വിളിക്കുന്ന ഭാഷ. അതുപോലെ മറ്റൊരു പദ്ധതി വരുന്നത് ഭാഷയുടെ വ്യാപനമാണ്. അതായത് മലയാള ഭാഷയെ നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, അന്യ ദേശത്തുള്ള ആൾക്കാരെ മലയാളം പഠിപ്പിക്കുക, അതായത് രണ്ടാം ഭാഷയെ പഠിപ്പിക്കുക തുടങ്ങിയുള്ള നമ്മുടെ ഭാഷയുടെ വ്യാപനത്തെ അനുബന്ധമായിട്ടുള്ള പദ്ധതി ക്രമങ്ങളാണ്. അതുപോലെ ഒരു ഭാഷയുടെ വെക്കാബുലറി, അതായത് കോശവ്യവസ്ഥയെക്കുറിച്ചുള്ള അതിനെ ആധുനികീകരിക്കുക, അതിനെ സമ്പന്നമാക്കുക, അങ്ങനെ പുതിയ പദനിർമ്മിതികൾ നടത്തുക. ഇതൊക്കെ ഭാഷാസൂത്രണത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്. ചുരുക്കത്തിൽ ഭാഷയെ ശാസ്ത്രീയമായി മനസ്സിലാക്കുകയും അതെന്ത് ഉപയോഗത്തിനു വേണ്ടിയാണെന്നതനുസരിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഔദ്യോഗികവും ശാസ്ത്രീയവുമായ ഇടപെടലുകളെയാണ് ഭാഷാസൂത്രണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചുരുക്കി പറയാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാഷാസൂത്രണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്ന ദേശരാഷ്ട്രം രൂപം കൊണ്ടുവരുന്ന കാലം മുതൽ ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യം ഒരു പ്രധാന പ്രശ്നമാണ്. കാരണം ദേശരാഷ്ട്രം എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു ഭാഷ, ഒരു അതിർത്തി, ഒരു കൊടി എന്നിങ്ങനെയുള്ള ചിഹ്ന വ്യവസ്ഥയാണ്. അവിടെ ഭിന്ന ഭാഷകൾ ഇന്ത്യയിലുണ്ട്. എത്ര ഭാഷകളുണ്ട് ഇന്ത്യയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ മറുപടിയില്ല. കാരണം ഗ്രിയേഴ്സനെ പോലുള്ള ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗ്രിയേഴ്സൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഭാഷയെക്കുറിച്ചുള്ള സർവേ നടത്തിയത്. ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സർവേയാണ്. ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യ പ്രകാരം ഇന്ത്യയിൽ 179 ഭാഷകളുണ്ടെന്നും 544 ഭാഷാഭേദങ്ങളുണ്ടെന്നുമാണ് കണക്ക് എടുത്തിട്ടുള്ളത്. 1894 മുതൽ 1927 വരെ ഉള്ള കാലഘട്ടങ്ങളിലാണ് ഈ സർവേ നടന്നത്. 19 വോള്യൂംസിലായിട്ട്, അതായത് വാല്യങ്ങളായിട്ട് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്ന് ദക്ഷിണേന്ത്യ അധികം സർവേ നടന്നിട്ടില്ല. പ്രത്യേകിച്ച് ഇതൊരു ബ്രിട്ടീഷ് ഇന്ത്യ സർവേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിലുള്ള പ്രദേശങ്ങളും ഇന്ത്യയുടെ ഭാഗമല്ലാത്ത പ്രദേശങ്ങളിലുമൊക്കെ ഈ സർവേ അന്ന് നടന്നിരുന്നു. ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നടന്ന ഒരു ഭാഷാ സർവേയാണ്. അതിനുശേഷം 1961 ആണ് ആദ്യമായി സ്വതന്ത്ര ഇന്ത്യയിൽ ഭാഷകളെക്കുറിച്ച്, മാതൃഭാഷകളെക്കുറിച്ചുള്ള സർവേ നടത്തുന്നത്. 1961 സെൻസസിൻ്റെ ഭാഗമായിട്ട് ഇത്തരമൊരു സർവേ സംഘടിപ്പിക്കുകയും
ആ സർവേ പ്രകാരം 1652 മാതൃഭാഷകൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അതോടൊപ്പം 530 വർഗീകരിക്കാൻ കഴിയാത്ത ഭേദങ്ങളും 103 വിദേശ ഭാഷകളുമൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ 1652 എന്ന കണക്ക്. 1652 ഭാഷകൾ മാതൃഭാഷകൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് കേട്ടപ്പോൾ അക്കാലത്തെ നമ്മുടെ ഒരു ദേശസങ്കല്പവും അഖണ്ഡത എന്ന് പറയുന്ന ആശയവുമൊക്കെ വളരെ പ്രബലമായിരിക്കുന്ന കാലമാണ്. അത് 1652 ഭാഷകളിലേക്കായിട്ട് പഠന സാമഗ്രികൾ ഉണ്ടാക്കുക, അധ്യാപകരെ പരിശീലിപ്പിക്കുക, ഈ ഭാഷകളെ വിദ്യാഭ്യാസത്തിൽ ഉപയോഗിക്കുക എന്നൊക്കെ ഉള്ളത് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണെന്നും, അതായത് ഭാഷാ വൈവിധ്യത്തെ സാമ്പത്തികമായി നോക്കിക്കാണുകയും ഇതൊക്കെ നമുക്ക് വേണ്ടതല്ല, വിഘടനവാദങ്ങളായി പിൽക്കാലത്ത് വരും, അതുകൊണ്ട് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് തന്നെ ദോഷമാണ് എന്ന ഒരു രാഷ്ട്രീയ പ്രവചനത്തോടു കൂടി ഈ ഭാഷകളെ ഒഴിവാക്കാനാണ് തീരുമാനിച്ചു. അങ്ങനെ ആഭ്യന്തര മന്ത്രാലയമാണ് സെൻസസ് സംഘടിപ്പിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയം ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. 10,000-ൽ താഴെ ഭാഷക ജനസംഖ്യയുള്ള ഭാഷകളെ ഇന്ത്യയിൽ ഭാഷകളായി പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം 1971 മുതൽ നാളിതുവരെ അത്തരം തീരുമാനം നടപ്പിലാക്കുകയാണ്. അതായത് ഏറിയ ആദിവാസി ഭാഷകളും ഗോത്ര ഭാഷകളും അവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 10,000-ൽ താഴെയാണ്. അങ്ങനെ ഇന്ത്യയിലെ ഒരു ഭൂരിപക്ഷം വരുന്ന ജനസംഖ്യയിൽ താണു നിൽക്കുന്ന ഗോത്രഭാഷകൾ ഇന്ത്യയുടെ ഭാഷാ ഭൂപടത്തിൽ നിന്നും പുറത്തുപോയി. ഈ സാഹചര്യം വികസനമായിട്ടും അഖണ്ഡത നിലനിർത്താനായിട്ടുള്ള ഭാഷാ ആസൂത്രണമായും ഒക്കെയാണ് നാം വിശേഷിപ്പിച്ചത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒട്ടേറെ ഗോത്രവാസികൾക്ക് അവരുടെ ഭാഷ അടിയറ പറഞ്ഞുകൊണ്ട് പൗരത്വം നേടേണ്ടി വന്നു എന്നതാണ് ഇന്ത്യയിലെ സാമൂഹികമായ യാഥാർത്ഥ്യം. 2009 യുനെസ്കോ ഭാഷാനാശത്തെക്കുറിച്ചുള്ള റെഡ് ബുക്ക് പ്രസിദ്ധീകരിക്കുകയും 2009 നാശോന്മുഖമായ ഭാഷകളുടെ ഭൂപടം, അതായത് ആറ്റ്ലസ് ഓഫ് എൻഡേഞ്ചേർഡ് ലാംഗ്വേജസ് എന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ പ്രസിദ്ധീകരണത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ ഇന്ത്യയിലാണ്. 196 ഭാഷകൾ ഇന്ത്യയിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു വലിയ കണക്ക് പുറത്തു വരികയും അതോടെ ഇന്ത്യയിലെ ഭരണകൂടം പെട്ടെന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷകൾ ഒക്കെ ഒരു സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കാരണം ഭാഷാ വൈവിധ്യം വലിയ ഒരു ധൈഷണിക സ്രോതസ്സാണ്. അത് നഷ്ടപ്പെടാൻ പാടില്ല. വനവാസികൾ ഉൾപ്പെടെ ഉള്ള ആൾക്കാരുടെയും തീരപ്രദേശത്തെയും ഒക്കെ ആൾക്കാരുടെ ഭാഷ നിലനിൽക്കേണ്ടതാണ്. ഒരു ദേശത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ അഭിമാനമാണ്, അത് ചരിത്രമാണ്, സംസ്കാരമാണ് എന്നിങ്ങനെയുള്ള നിലകളിലേക്ക് നമ്മുടെ ഭാഷാ ചിന്ത വഴിമാറി. അതുകൊണ്ടാണ് പുതിയ ഈ നാശോന്മുഖമാകുന്ന ഭാഷകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ പ്രബലമായിരിക്കുന്നത്. എന്നാൽ ഇതിനു മുമ്പ് 1961 മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ നടന്ന കാര്യങ്ങൾ എന്താണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം ഒന്ന് ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണമാണ്. ഇന്ത്യയിൽ വ്യത്യസ്ത ഭാഷകളുണ്ടെന്നും ആ വ്യത്യസ്ത ഭാഷകളിലെ പ്രബല ഭാഷകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാനം രൂപീകരിക്കാമെന്നും അങ്ങനെ സംസ്ഥാനം രൂപീകരിക്കുന്നതോടുകൂടി ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം സംരക്ഷിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, വികസനം സാധ്യമാകും എന്നുമാണ് നമ്മൾ ധരിച്ചത്. അതനുസരിച്ചാണ് കേരളം എന്ന് പറയുന്ന 1951 കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത്. ഈ സംസ്ഥാനങ്ങളെല്ലാം രൂപം കൊണ്ടപ്പോൾ അവയൊന്നും തന്നെ ഏകഭാഷാ സംസ്ഥാനങ്ങളായില്ല എന്നതാണ് പ്രധാന പ്രശ്നം. കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ബഹുഭാഷാ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകഭാഷയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം നടന്നത്. ആ പ്രദേശങ്ങളിലെല്ലാം ന്യൂനപക്ഷ ഭാഷകൾ ഒട്ടേറെ ഉണ്ടായി. കേരളത്തിൽ 2 ന്യൂനപക്ഷ ഭാഷകളെ അംഗീകരിക്കുന്നുള്ളൂ എങ്കിലും, അതായത്
തമിഴും അതുപോലെ കന്നഡയും രണ്ട് അതിർത്തികളിലെ ഭാഷയായിട്ട് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതല്ലാതെ തന്നെ ഒട്ടേറെ ഭാഷകൾ, ലിപി ഉള്ളതും ലിപി ഇല്ലാത്തതുമായ ഒട്ടേറെ ഭാഷകൾ കേരളത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഭാഷാ ദേശീയതയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പ്രമുഖ ഭാഷ അല്ലെങ്കിൽ ഭൂരിപക്ഷ ഭാഷയുടെ ദേശീയതയ്ക്കാണ് ഇന്ത്യ ഊന്നൽ നൽകിയതെന്ന് വ്യക്തമാകുന്നു. ഇതൊക്കെ ഇന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നാശോന്മുഖമായ ഭാഷകളെക്കുറിച്ചും ഈ വലിയ ധൈഷണിക സമ്പത്തുള്ള ഗോത്രവർഗങ്ങളെക്കുറിച്ചൊക്കെയുള്ള ആലോചനകൾ ആഗോളതലത്തിൽ നടക്കുമ്പോൾ ഇന്ത്യ ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് ആദിവാസി ഭാഷകളുടെ പുനർജീവനത്തിന് വേണ്ടിയുള്ള പദ്ധതികളാണ്. വൈവിധ്യത്തെ മറ്റൊരു തരത്തിൽ നാം നേരിട്ടത് വിദ്യാഭ്യാസ ഭാഷാസൂത്രണത്തിലൂടെയാണ്. ത്രിഭാഷാ പദ്ധതി ഇന്ത്യ നടപ്പിലാക്കി. ത്രിഭാഷാ പദ്ധതിയിൽ ഒരു പ്രാദേശികമായ ഭാഷ, അതായത് ഭൂരിപക്ഷ ഭാഷ, അത് സംസ്ഥാനത്തിൻ്റെ ഭാഷയായിട്ട് നമുക്ക് പറയാം. 2 ഇന്ത്യയിലെ ആഭ്യന്തര വിനിമയത്തിന് ഉതകുന്ന ഭാഷ. 3 അന്തർദേശീയ വിനിമയത്തിന് ഉപയോഗിക്കുന്ന ഭാഷ. അങ്ങനെയാണ് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്ന ത്രിഭാഷാ പദ്ധതി കേരളത്തിലും തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി എന്ന് പറയുന്ന പദ്ധതി തമിഴ്നാട്ടിലും, അങ്ങനെ ഓരോ പ്രാദേശിക ഭാഷയും രാജ്യത്തിൻ്റെ പൊതുഭാഷയും എന്ന് പറഞ്ഞ് ഹിന്ദി. അന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെട്ടത് ഹിന്ദിയുടെ പ്രാമുഖ്യമാണ്. അത് നടപ്പിലാക്കിയെടുക്കാൻ ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ഹിന്ദി ഇന്ത്യയുടെ ഭാഷ ആണ് എന്ന രീതിയിൽ, ഒരു രാഷ്ട്രഭാഷയാണ് എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തം ഔദ്യോഗിക ഭാഷയാണ് എന്നൊക്കെ രീതിയിൽ ഉള്ള ഒരു പിടി ചർച്ചകൾ അക്കാലത്തുണ്ടായി. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതുപോലെ ഹിന്ദിയുടെ ഇതര പ്രദേശങ്ങളിലും മറ്റു ഭാഷാ സന്ദർഭങ്ങളിലൊന്നും അത് അംഗീകരിക്കാൻ ആരും തയ്യാറായില്ല. അങ്ങനെ ഇന്ത്യയിലെ 14 ഭാഷകളെ അംഗീകരിച്ചുകൊണ്ട് 8ാം ഭരണഘടനാ പ്രകാരം 14 ഭാഷകളെ പ്രമുഖ ഭാഷകളായി അംഗീകരിച്ചുകൊണ്ടാണ് 8th ഷെഡ്യൂൾ അഥവാ 8ാം ഷെഡ്യൂൾ ഉണ്ടാക്കിയത്. 8ാം ഷെഡ്യൂൾ പ്രകാരം ആ ഭാഷകൾക്ക് ഇന്ത്യയിൽ പൂർണ്ണമായ അംഗീകാരം ലഭിക്കുകയും അവയെ ഔദ്യോഗിക ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, വിദ്യാഭ്യാസ മാധ്യമമായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെയുള്ള അംഗീകാരം ആണ് പ്രധാനമായിട്ട് ഉണ്ടായത്. അപ്പോൾ ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച് ഭാഷയ്ക്ക് ഒട്ടേറെ സാധ്യതകൾ നൽകുന്നുണ്ട്. ഏത് ആൾക്കാർക്കും അവരുടെ മാതൃഭാഷയിൽ തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കാനും മറുപടി പറയാനും ഒക്കെ ആയിട്ട് ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യത്തെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ആർട്ടിക്കിൾ 120 പ്രകാരവും അതുപോലെ ആർട്ടിക്കിൾ 350 ഇങ്ങനെ ഒട്ടേറെ ഉപവിഭാഗങ്ങൾ, A, B എന്നൊക്കെ പറയുന്ന ചില ഉപവിഭാഗങ്ങൾ, അതുപോലെ ആർട്ടിക്കിൾ 347 തുടങ്ങി ഒട്ടേറെ ആർട്ടിക്കിൾസ് ഈ ഭാഷയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിലുണ്ട്. അവയെല്ലാം ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യത്തെ അംഗീകരിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ ഏതൊരു പൗരനും മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്യാൻ അവകാശമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് പ്രമുഖ ഭാഷയിലുള്ള വിദ്യാഭ്യാസ വിനിമയമാണ് പ്രധാനമായും സംഭവിച്ചത്. അതിൽ തന്നെ ത്രിഭാഷാ പദ്ധതിയെ എന്തുകൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനം, പ്രത്യേകിച്ചും തമിഴ്നാട്, എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിന്ദി മാതൃഭാഷയായിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ 2 ഭാഷകൾ പഠിച്ചാൽ മതി. അവിടെ ഹിന്ദി ആണ് അവരുടെ മാതൃഭാഷ. അപ്പോൾ പിന്നെ അവർ 2 ഭാഷയല്ലേ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ദക്ഷിണേന്ത്യൻ ഭാഷ കൂടെ അവർ പഠിക്കണം എന്ന ആവശ്യമുണ്ടായി. പക്ഷേ ഇനിയും അത് നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് തമിഴ്നാട് ഇപ്പോഴും ഹിന്ദി നടപ്പിലാക്കാൻ തയ്യാറാകാതിരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ത്രിഭാഷാ പദ്ധതിയാണ് കേരളത്തിൽ നടപ്പിലായത്. കേരളം ഹിന്ദി അംഗീകരിച്ചു. ആദിവാസി ഭാഷകളെ ഒന്നും തന്നെ കേരളം പരിഗണിച്ചിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് ആദിവാസി ഭാഷകളെ പഠിപ്പിക്കണമെന്നും അവയിൽ പ്രാഥമികമായിട്ടുള്ള എഴുത്തു രീതികളൊക്കെ പരിശീലിപ്പിക്കണമെന്നുമൊക്കെയുള്ള വിദ്യാഭ്യാസ നയം വന്നിട്ടുണ്ട്. കിർത്താഡ്സിൻ്റെ നേതൃത്വത്തിൽ ചില പ്രൈമറികളും ഉണ്ടാകുന്നുണ്ട്. ഇനി പ്രധാനമായിട്ട് നമുക്ക് അറിയേണ്ടുന്ന കാര്യം ഇന്ത്യയിലെ മാതൃഭാഷാ സങ്കല്പമാണ്. യഥാർത്ഥത്തിൽ 1881 മുതൽ 2011 വരെയുള്ള സെൻസസ് ആയി ബന്ധപ്പെട്ട് ഒരു പരിശോധന നടത്തിയാൽ
ഇവിടെയൊന്നും മാതൃഭാഷ എന്താണെന്ന് കൃത്യമായി നിർവചിച്ചിട്ടില്ല. ലാംഗ്വേജ് സ്പോക്കൺ ഇൻ ചൈൽഡ്ഹുഡ് ബൈ പേഴ്സൺസ് മദർ ടു ദ പേഴ്സൺ, അതായത് കുട്ടിയോട് അയാളുടെ ശൈശവാവസ്ഥയിൽ അയാളുടെ അമ്മ ഏത് ഭാഷയിൽ സംസാരിക്കുന്നു എന്നതിനനുസരിച്ചാണ് 1881 മാതൃഭാഷയെ നിർവചിച്ചത്. 1891 ആകുമ്പോൾ ഓർഡിനറി, അതായത് സാധാരണ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ എന്ന അർത്ഥത്തിലും 901-ലും 21-ലും 11, 21 എന്നീ സെൻസസുകളിൽ ഇതേ നിർവചനം തന്നെ തുടരുന്നു. 1931, 41, 51 സെൻസസുകളിൽ തൊട്ടിൽ കിടക്കുന്നത് മുതൽ കുട്ടി കേൾക്കുന്ന ഭാഷയാണ് അയാളുടെ മാതൃഭാഷ എന്ന അർത്ഥത്തിലും 1961 കുട്ടിയുടെ ചൈൽഡ്ഹുഡ് ശൈശവാവസ്ഥയിൽ കേൾക്കുന്ന ഭാഷയെന്നും 1971 ആകുമ്പോൾ അയാളുടെ കൂടെ അയാളുടെ അച്ഛനും അമ്മയും സംസാരിക്കുന്ന ഭാഷയെന്നും അത് തന്നെയാണ് 91-ലെയും നിർവചനം. പിന്നെ 1981 സാധാരണ വീട്ടിൽ, അതായത് ഓർഡിനറിലി യൂസ്ഡ് ഭാഷ എന്ന അർത്ഥത്തിലുമാണ്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാതൃഭാഷ എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിർവചനം സൃഷ്ടിച്ചെടുക്കാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഒന്നാം ഭാഷ എന്ന രീതിയിലാണ് ഇപ്പോൾ മാതൃഭാഷയെ ഉൾക്കൊള്ളുന്നത്. ആ മാതൃഭാഷാ പദ്ധതി പലപ്പോഴും നടപ്പിലാക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ കാണുന്ന ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന 2-3 സാങ്കേതിക പദങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. അതിലൊന്ന് സ്റ്റാറ്റസ് പ്ലാനിങ്, മറ്റൊന്ന് കോർപ്പസ് പ്ലാനിങ്, മറ്റൊന്ന് അതുപോലെ അക്വിസിഷൻ പ്ലാനിങ് എന്നിങ്ങനെ 3 പദങ്ങളാണ്. ഇതിൽ കോർപ്പസ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഷയുടെ വികസനത്തിനാവശ്യമായ പുതിയ പദങ്ങൾ നിർമ്മിക്കുക, അതിൻ്റെ അക്ഷരഘടനയിൽ നമ്മൾ സ്പെല്ലിംഗ് കറക്ഷൻ എന്ന് പറയുക, അതിൻ്റെ ലിപി പരിഷ്കരിക്കുക, അതുപോലെ തന്നെ പഴയ ചില പദകോശങ്ങളെ പരിഷ്കരിക്കുക, പുതിയ വായ്മൊഴിയിൽ നിന്ന് പുതിയ പദങ്ങൾ സ്വീകരിക്കുക, അന്യഭാഷയിൽ നിന്ന് പദങ്ങൾ സ്വീകരിക്കുക, അങ്ങനെ ഭാഷയുടെ പദസമ്പത്ത് ഉയർത്തുക എന്നതാണ് ഈ കോർപ്പസ് പ്ലാനിങ്. ഇതിൽ ഭാഷാശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയൊക്കെ സാന്നിധ്യവും പങ്കാളിത്തവും പ്രധാനമാണ്. എന്നാൽ ഒരു ഭാഷയുടെ പദവി അത് ഔദ്യോഗികമായ ഭാഷയാകണമോ, അതിന് ഒന്നാം ഭാഷാ പദവി നൽകണമോ, അല്ലെങ്കിൽ അത് അധ്യയന മാധ്യമമാകണോ, അത് മാധ്യമങ്ങളുടെ ഭാഷയായിട്ട് നിൽക്കണമോ, അന്തർദേശീയ വിനിമയത്തിന് ഉപയോഗിക്കണമോ എന്നിങ്ങനെയുള്ള ഭാഷാ പദവി നിർണ്ണയിക്കുന്നത് ഭാഷാശാസ്ത്രജ്ഞരോ ഭാഷ ഉപയോഗിക്കുന്ന ജനങ്ങളോ അല്ല. പകരം അത് രാഷ്ട്രീയ മണ്ഡലത്തിലുള്ള അല്ലെങ്കിൽ ഭരണകൂടമാണ്, അല്ലെങ്കിൽ ഭരണ കക്ഷിയിലുള്ള ആൾക്കാരാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ഭാഷാ പദവി, ഇന്ന ഭാഷയുടെ സ്റ്റാറ്റസ് ഇന്നതാണ് എന്ന് പറയാൻ ആർക്കാണ് അവകാശം? ഭാഷ സംസാരിക്കുന്ന ജനതയ്ക്കല്ല എന്നാണ് നമ്മുടെ ഇതുവരെയുള്ള ആസൂത്രണത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇനി അക്വിസിഷൻ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഒരു ഭാഷയുടെ സമാർജനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു പ്ലാനിംഗ് നടത്തുന്നത്. ആ ഭാഷയുടെ സമാർജനം എന്ന് പറയുന്നത്, ഇത് കൂപ്പർ എന്ന് പറയുന്ന ഒരാളാണ് 1989 ഈ സമാർജന ആസൂത്രണം എന്ന സങ്കല്പം അവതരിപ്പിച്ചത്. ഭാഷാസൂത്രണത്തെക്കുറിച്ച് ശക്തമായ വിമർശനങ്ങൾ 1990-കളിൽ ഉണ്ടായി. കാരണം ദേശരാഷ്ട്ര നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഏകഭാഷാ നയത്തിനെതിരെ വിപുലമായിട്ടുള്ള ചർച്ചകളുണ്ടാകുകയും ഭാഷാ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകളുണ്ടാകുകയും. അപ്പം നമ്മൾ എവിടെ ഭാഷാസൂത്രണവുമായി പല സന്ദർഭങ്ങളുണ്ട്. വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ, വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്ന ഭാഷ, കോടതിയിൽ ഉപയോഗിക്കുന്ന നിയമഭാഷ, മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്ന മാധ്യമ ഭാഷ, വാണിജ്യവും കമ്പോളവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഭാഷ, മതത്തിനും ശാസ്ത്ര സാങ്കേതികത വിനിമയത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഭാഷ, അങ്ങനെ വിവിധ തരത്തിലുള്ള ഭാഷാ ഉപയോഗങ്ങൾ, ഇതൊക്കെ ഡൊമൈൻസ് ഓഫ് യൂസ് എന്ന് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഒന്നാം ഭാഷയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട മാതൃഭാഷ എന്ന് വിളിക്കുന്നതും, രണ്ടാം ഭാഷയായിട്ട് നമുക്ക് ഏത് ഭാഷയുമാകാം, അതായത് ഒരു അന്യഭാഷയെ സമാർജിക്കുന്നത് എന്നതാണ് അതിൽ പ്രധാനം.
അപ്പോൾ എന്തുകൊണ്ടാണ് ഒന്നാം ഭാഷ ഒരു ഭരണഭാഷയാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, ജനാധിപത്യം ഉറപ്പുവരുത്തണമെങ്കിൽ ജനങ്ങളുടെ ഭാഷയിൽ അവർക്ക് അപേക്ഷകൾ കൊടുക്കാനും മറുപടികൾ സ്വീകരിക്കാനും അവർക്ക് രാഷ്ട്ര വ്യവഹാരത്തിൽ പങ്കെടുക്കാനും ആ വിനിമയത്തിൽ പങ്കെടുക്കാനും ഒക്കെ കഴിയുമ്പോൾ മാത്രമേ യഥാർത്ഥ ജനാധിപത്യം നിലനിൽക്കൂ. അതുകൊണ്ട് പ്രധാനമായിട്ടും ഒരു ഭരണകൂടം തന്നെ നേരിട്ട് ജനങ്ങളുടെ ഭാഷയിൽ ഭരണവിനിമയം നടത്തുക എന്നതാണ് പ്രധാനം. അതുകൊണ്ടാണ് നമ്മൾ ഭരണഭാഷയായിട്ട് എപ്പോഴും ഒന്നാം ഭാഷയായിട്ടും ഭരണഭാഷയായിട്ടും മാതൃഭാഷ വേണം എന്ന വാദം വെക്കുന്നത്. മലയാളത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, രണ്ടാം EMS മന്ത്രിസഭാ കാലം മുതലാണ് നമുക്ക് ഈ ഭാഷാ ആസൂത്രണം എന്ന ഒരു സന്ദർഭം ആയിട്ട് നമുക്ക് പറയാവുന്നത്. എന്തുകൊണ്ടാണ് ഭാഷാസൂത്രണം 60കളോടുകൂടി ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ വളരെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സങ്കല്പം തന്നെ വന്നത് 59ലാണ്. എന്നാൽ അതിനു മുമ്പ് ഭാഷാ ആസൂത്രണം നടന്നിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാഷ എന്നൊക്കെ ഔദ്യോഗികമായി ഉപയോഗിച്ച് തുടങ്ങിയോ, അത് സാഹിത്യത്തിലാകാം, അതായത് അത് പ്രത്യേകിച്ച് സവിശേഷമായ പ്രയോഗമണ്ഡലങ്ങൾ വികസിച്ച കാലം മുതൽ തന്നെ കൃത്യമായ ഭാഷാസൂത്രണം നടക്കുന്നുണ്ട്. അത് നമ്മുടെ ലിപി കണ്ടുപിടിച്ചത് ഒരു ഭാഷാസൂത്രണ പ്രക്രിയയാണ്. ലിപിയുടെ പ്രയോഗം, പ്രാദേശിക വ്യത്യാസം, അവയെ ഏകീകരണം, ഇതൊക്കെ നടത്തിയത് എല്ലാം ഭാഷയുടെ ഒരു ആസൂത്രണ പ്രക്രിയയുണ്ട്. ഹസ്തലിഖിതങ്ങളുടെ ഒരു കാലം, അച്ചടിയുടെ ഒരു കാലം, ഇവിടെ എല്ലാം തന്നെ സാങ്കേതികതയുമായി ഭാഷയെ പൊരുത്തപ്പെടുത്താനായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ആ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പേപ്പറിൻ്റെ ഉപയോഗം, അച്ചടി ഉപയോഗിക്കുന്നു, അത് വ്യത്യസ്ത ആൾക്കാർ ഭിന്ന തരത്തിലുള്ള വാക്കുകൾ ഭിന്ന പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ട് ചില വാക്കുകളെ സവിശേഷമായി എടുത്തു പറയുക എന്നൊക്കെയുള്ള ഒരുപാട് തരത്തിലുള്ള ആസൂത്രണ പ്രക്രിയ ഈ നമ്മുടെ ഭരണകൂട ഇടപെടൽ ഇല്ലാതെ തന്നെ നടന്നിട്ടുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മിഷണറിമാരുടെ ഭാഷാ പ്രവർത്തനങ്ങളെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, മിഷണറിമാർ മലയാള ഭാഷയെ ആസൂത്രണം ചെയ്യുന്നതിൽ വളരെയധികം, പ്രത്യേകിച്ചും ഭാഷാ സ്രോതസ്സുകൾ, ഭാഷയെ സമ്പന്നമാക്കുന്ന വ്യാകരണം, അതുപോലെ നിഘണ്ടു നിർമ്മാണം, അതുപോലെ പത്രമാധ്യമങ്ങളുടെ ഇതെല്ലാം ഗുണ്ടത്തുമായും ബെയിലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ മിഷണറിമാരുടെ സംഭാവനകളേറെയുണ്ട്. അതുപോലെ തന്നെ അച്ചടിയുമായി ബന്ധപ്പെട്ട്, അച്ചടി ഇവിടെ വ്യാപിക്കുന്നതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഭാഷാസൂത്രണം വളരെ കൃത്യമായി നടന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് രണ്ടാമത് വരുന്ന ഒരു ഭാഷാസൂത്രണ സാങ്കേതികത എന്ന് പറയുന്നത് ടൈപ്പ് റൈറ്റർ വരുമ്പോഴാണ് നമ്മുടെ അക്ഷരങ്ങളെ മുറിച്ച് എഴുതുന്ന ഒരു ശീലം നമുക്ക് വന്നത്. അത് കഴിഞ്ഞ് പുതിയ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ വന്നപ്പോൾ വീണ്ടും പഴയ അക്ഷരങ്ങളാകാം. അത് കാരണം അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് മുറിക്കേണ്ട കാര്യമില്ല, ഏത് അക്ഷരവും ഏത് അക്ഷര വടിവുകളും നമുക്ക് ഉപയോഗിക്കാമെന്ന ഒരു പുതിയ ഇതിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാഷ എന്നൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടോ, ഭാഷ സാമാന്യ വിനിമയത്തിൽ നിന്ന് സവിശേഷ വിനിമയത്തിലേക്ക് എന്ന് കടന്നിട്ടുണ്ടോ, അന്ന് മുതലേ ആസൂത്രണ പ്രക്രിയയും അതിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുണ്ട്. ഇത് അനൗദ്യോഗികവും അനൗപചാരികവുമായ ആസൂത്രണ പ്രക്രിയകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഭാഷാസൂത്രണം എന്ന വാക്ക് കേരളത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ രണ്ടാം EMS മിനിസ്ട്രി ആരംഭിച്ച ഭാഷാ നയങ്ങളെയും വിദ്യാഭ്യാസ നയങ്ങളുമായിട്ടാണ് അത് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. തിരുവിതാംകൂർ ബുക്ക് കമ്മിറ്റി അന്ന് വലിയോയി തമ്പുരാൻ്റെ നേതൃത്വത്തിലൊക്കെ നടക്കുന്ന കാലത്ത് ഒട്ടേറെ ഭാഷാസൂത്രണങ്ങൾ നടന്നിട്ടുണ്ട്. 19ാം നൂറ്റാണ്ടിലെ ഭാഷാ പോഷണ സഭകളെല്ലാം തന്നെ വളരെ വിപുലമായ രീതിയിൽ ഭാഷാസൂത്രണ ചർച്ചകൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന, പ്രത്യേകിച്ചും സാങ്കേതിക പദങ്ങളുടെ അഭാവത്തെക്കുറിച്ചും അതുപോലെ സാമാന്യ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് പാശ്ചാത്യ വിജ്ഞാനം നമുക്ക് ആർജിക്കാനായിട്ടുള്ള ഭാഷാ വിഭവങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചൊക്കെ വിപുലമായ ചർച്ചകൾ നടക്കുകയും ഉള്ളൂർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനകത്ത് മണ്ണെണ്ണയെക്കുറിച്ചൊക്കെയുള്ള ഭാഷാ പഠനങ്ങൾ എഴുതുകയൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. അതായത് 19ാം നൂറ്റാണ്ടിൽ വിപുലമായ രീതിയിലുള്ള ഭാഷാ ചർച്ചകൾ, അതായത് നമ്മുടെ മലയാള ഭാഷയുടെ പദവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഭാഷയുടെ അന്നത്തെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പിടി സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്.
ബാലപരിചരണത്തിനുള്ള സൂചനകൾ, അതുപോലെ വിഷൂചി ദീപിക, സുഖബോധിനി, ആരോഗ്യശാസ്ത്ര സാരസംഗ്രഹം, പിന്നെ രസതന്ത്രം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് 1867 മുതലുള്ള തിരുവിതാംകൂർ പുസ്തക കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് ഭാഷാസൂത്രണത്തിൻ്റെ പരിധിയിലല്ല, ഭാഷാസൂത്രണത്തിൻ്റെ ചരിത്രമായിട്ട് കാണാവുന്നതാണ്. പക്ഷേ അഥവാ ഭാഷാസൂത്രണം അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ, ഔദ്യോഗികമായ ഇടപെടലുകളോടുകൂടി എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന പ്രക്രിയകളായിട്ട് പറയുമ്പോഴാണ് ഈ ത്രിഭാഷാ പദ്ധതികളും അതുപോലെ മലയാള അധ്യയന മാധ്യമവുമായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ അധ്യയന മാധ്യമവുമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനകത്ത് സംഭവിച്ചത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് മാതൃഭാഷാ വിദ്യാഭ്യാസം കടന്നു പോയില്ല എന്നതാണ്. ഇപ്പോൾ മലയാള സർവകലാശാലയെ പോലുള്ള ഒരു സർവകലാശാലയിൽ മാത്രം ഉന്നത വിദ്യാഭ്യാസം മലയാളത്തിലായെങ്കിലും മലയാളം വിപുലമായ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസത്തെയോ സാങ്കേതിക വിദ്യാഭ്യാസത്തെയോ ആരോഗ്യ വിദ്യാഭ്യാസത്തിലോ ഒന്നും കടന്നു എത്തിയിട്ടില്ല എന്നത് ഒരു അപജയമാണ്. മാതൃഭാഷയിൽ പഠിക്കുന്നത് കൊണ്ട് എന്താണ് നേട്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധൈഷണിക, അവരുടെ ഭാവനാലോകം, അവരുടെ ചരിത്രബോധം, അവരുടെ സാംസ്കാരികമായിട്ടുള്ള തെളിമ ഇതൊക്കെ നിൽക്കുന്നത് മാതൃഭാഷയിലാണ്. അന്യഭാഷയിലൂടെ നമുക്ക് വിജ്ഞാനം, ഇൻഫർമേഷൻ വിവരമായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ പോലും നമുക്കതിൻ്റെ ഒരു വൈകാരികവും സർഗാത്മകവുമായിട്ടുള്ള പ്രഭാവത്തിലേക്ക് ഉയർന്നു വരാൻ കഴിയുന്നില്ല എന്നതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം. ഹീബ്രുവിൻ്റെയൊക്കെ ഉദാഹരണം നമുക്ക് നമ്മുടെ മുന്നിൽ വളരെ പ്രധാനമായിട്ടുണ്ട്. മാതൃഭാഷ വിദ്യാഭ്യാസം കൊണ്ട് നേട്ടങ്ങൾ എന്താണ്? ഇപ്പോൾ വൈദേശികമായിട്ട് നമ്മളെപ്പോഴും പറയുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഏറ്റവും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനമായിട്ട് നിൽക്കുന്നത്. അങ്ങനെയല്ല, അത് ശരിയല്ല. ജർമ്മനിയിൽ പോയാൽ ജർമ്മൻ ഭാഷയാണ്, അതുപോലെ പിന്നെ റഷ്യയിൽ പോയാൽ റഷ്യൻ ഭാഷയാണ്, വിദേശത്ത് സ്വീഡിഷ് ഭാഷയാണ്, ഫ്രഞ്ചാണ്. ഇങ്ങനെ വിവിധ വിദേശ ഭാഷകളുണ്ട്. അതത് പ്രദേശങ്ങളിൽ ആ മാതൃഭാഷയിൽ തന്നെയാണ് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ ഉള്ളത്. ഇപ്പോൾ കാറൽ മാർക്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പഠിച്ചതൊക്കെ അവരുടെ മാതൃഭാഷയിൽ തന്നെയാണ്. അവരുടെ കൃതികളുമൊക്കെ മാതൃഭാഷയിൽ തന്നെയാണ് എഴുതപ്പെടുന്നത്. അതൊക്കെ വിവർത്തനം ചെയ്താണ് നമുക്ക് പല ശാസ്ത്ര അറിവുകളും സാങ്കേതിക അറിവുകളുമായി നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ധാരണ ഇതൊക്കെ ഇംഗ്ലീഷിലാണ് ഉണ്ടായിരിക്കുകയല്ല, ഇംഗ്ലീഷ് ഒരു ഇടനില ഭാഷയായി നമ്മളിൽ എത്തിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജ്ഞാനത്തെയും ഇതുപോലെ ഇംഗ്ലീഷ് വഴി നമുക്ക് വിദേശത്തേക്ക് വിനിമയം ചെയ്യാൻ കഴിയണം എന്നതാണ് ഏറ്റവും പ്രധാനം. എല്ലാ ഭാഷകൾക്കും ഇത്തരത്തിലുള്ള ഒരു വിനിമയ വ്യവസായത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരാൻ കഴിയും. പക്ഷേ നമ്മുടെ ഭാഷയിൽ ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള ഭാഷ ആയി മാറാൻ കഴിയുന്നില്ല എന്നൊക്കെ ചിലർ സംശയിക്കുന്നുണ്ട്. അത്തരം സംശയങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഭാഷാശാസ്ത്രപരമായിട്ടുള്ള അംഗീകാരവുമില്ല. കാരണം മലയാളത്തിൽ അല്ലെങ്കിൽ കേരള സന്ദർഭത്തിൽ എല്ലാ തൊഴിൽ വിഭാഗങ്ങളും ഉണ്ടായിരുന്നു. ആ തൊഴിൽ വിഭാഗങ്ങൾക്കെല്ലാം സാങ്കേതിക പദാവലികളുണ്ടായിരുന്നു. ഇപ്പോൾ വിശ്വകർമ്മ വിഭാഗത്തിൽ വരുന്ന എല്ലാവർക്കും അവരവരുടേതായ തൊഴിലുമായി ബന്ധപ്പെടുന്ന പദാവലികളുണ്ട്. തീരദേശത്തുള്ള ജനതയ്ക്ക് കടലറിവിൻ്റേതായിട്ടുള്ള വലിയ ഒരു പദസഞ്ചയമുണ്ട്. അതുപോലെ കാടറിവിൻ്റേതായിട്ടുള്ള വലിയ സഞ്ചയം ഗോത്രഭാഷകളിലുണ്ട്. ഇങ്ങനെ നമ്മുടെ പ്രകൃതിയിലുള്ള സൂക്ഷ്മമായിട്ടുള്ള ജൈവ അജൈവ ഘടകങ്ങളെക്കുറിച്ചൊക്കെയുള്ള ജ്ഞാനവും ആ ജ്ഞാനവിനിമയവും കൃത്യമായ ഈ ഗോത്രഭാഷകളിലൊക്കെയുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെയായി കേരളത്തിൻ്റെ ഔദ്യോഗികമായിട്ട് നമ്മൾ ഇതുവരെയായി കേരളത്തിൻ്റെ ഈ ഓക്കുപേഷണൽ ടേംസ് എന്ന് പറയുക, അതായത് തൊഴിൽപരമായ ഭാഷാഭേദം അതുപോലും ഇന്ന് വരെ നാം ശേഖരിച്ചിട്ടില്ല. അപ്പോൾ തനതായിട്ടുള്ള വിഭവങ്ങളെ സമാഹരിക്കുന്ന കാര്യത്തിൽ നാം അശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ തനതായ വിഭവങ്ങളെ ശേഖരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ശാസ്ത്രജ്ഞാനം ഉൾക്കൊള്ളാൻ മാത്രമുള്ള പദാവലി നിർമ്മാണത്തിനിറങ്ങായിട്ട് കാര്യമുള്ളൂ. ഈ പറയുന്ന തനതായ സങ്കല്പങ്ങളുമായിട്ട് കൂട്ടിയിണക്കുമ്പോഴാണ് നമ്മുടെ സംസ്കാരവുമായി ഏത് ജ്ഞാനത്തെയും നമുക്ക് ലയിപ്പിച്ചെടുക്കാനുള്ള ഒരു സർഗാത്മക പ്രവർത്തനമായി അത് മാറുന്നത്. അപ്പോൾ വളരെ കൃത്യമായി തനത് വിഭവങ്ങളെ ശേഖരിക്കുക, തനത് വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആസൂത്രണം നടത്തുക,
അത് ഇതുവരെ നടന്നിട്ടില്ല. നമ്മളിപ്പോഴും ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങൾ മലയാളീകരിച്ചെടുക്കുക എന്ന് പറയുന്ന പദ്ധതിയാണ്. രണ്ട്, നമ്മുടെ പ്രദേശത്ത് തന്നെ ഒട്ടേറെ ജ്ഞാനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് കാലാകാലങ്ങളായി സമൂഹത്തിൽ സാമൂഹ്യ ബന്ധങ്ങൾ, ജ്ഞാനോൽപാദനം എന്ന് പറയുന്നത് മനുഷ്യനും തമ്മിലും മനുഷ്യനും പ്രകൃതിയും തമ്മിലും മനുഷ്യരും അമൂർത്തമായിട്ടുള്ള ഈ വിശ്വാസങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അമൂർത്തതയുമായിട്ടുള്ള ബന്ധങ്ങൾ തമ്മിലുള്ള ഒരു കൊടുക്കവാങ്ങലാണ്. ഇത്തരത്തിൽ നമ്മൾ ജ്ഞാന പദ്ധതികൾ വ്യവസ്ഥകൾ ആലോചിക്കുമ്പോൾ എല്ലാ സമൂഹവും ജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ ജ്ഞാന ഉൽപ്പാദനം നടക്കുന്നതിന് എങ്ങനെ വിനിമയം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ നമുക്കത് കഴിയുന്നില്ല എന്നത് നമ്മുടെ ജ്ഞാനം ഇല്ല എന്ന ഒരു ധാരണയും ജ്ഞാനം പാശ്ചാത്യത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്താൽ മാത്രമേ ഉണ്ടാകൂ എന്ന ധാരണയൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ വ്യവഹാരമാലയെ പോലുള്ള ഒരു പുസ്തകം കേരളത്തിൽ ഉൾപ്പെടെ നിലനിന്നിരുന്ന തിരുവിതാംകൂർ പാഠപുസ്തക കമ്മിറ്റി പോലും അത് പഠിപ്പിച്ചിരുന്ന ഒരു ഗ്രന്ഥമാണ്. ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാകുന്നതിന് മുമ്പ് ഏറ്റവും സജീവമായിരുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ലീഗൽ മേഖലയിലായാലും എല്ലാ മേഖലകളിലും നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. ആ ഗ്രന്ഥങ്ങൾ വളരെ പ്രധാനമായിട്ട് തന്നെ മലയാളത്തിൽ തന്നെ എത്തിക്കാനും ആ കാലത്ത് ശ്രമിച്ചിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ 12-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ ഭാഷാ കൗടില്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അർത്ഥശാസ്ത്രത്തിൻ്റെ വളരെ കൃത്യമായിട്ട് പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായ വിവർത്തനമാണ്. അതായത് അന്നത്തെ ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഭരണ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ആശയ രൂപീകരണത്തിന് അത് വേണമെന്നായപ്പോൾ നമുക്കത് കൃത്യമായി കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുകൊണ്ട് കാലാകാലങ്ങളിലായി പൗരസ്ത്യ ദേശത്ത് ഒട്ടേറെ വിനിമയങ്ങൾ, ഒട്ടേറെ കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ടും മത ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടും തത്വചിന്തയുമായി ബന്ധപ്പെട്ടൊക്കെ ഒട്ടേറെ ഭാഷാവിനിമയം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കില്ല. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, സൈബർ യുഗത്തെ, അതായത് കമ്പ്യൂട്ടർ യുഗത്തെ നമ്മുടെ ഭാഷ എങ്ങനെയാണ് നേരിടേണ്ടത്? ഇതിനാണ് ഏറ്റവും വിശദമായിട്ടുള്ള ആസൂത്രണം നമുക്ക് വേണ്ടത്. കാരണം ഇന്ന് വരെയുള്ള അച്ചടി വിഭവങ്ങളെല്ലാം ഡിജിറ്റലാകണം, സൈബർ വിഭവമാകണം. എങ്കിൽ മാത്രമേ ഭാവി തലമുറയ്ക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഭാഷയുടെ എല്ലാ തരത്തിലുള്ള വിനിമയത്തിലും ഈ പറയുന്ന കമ്പ്യൂട്ടർ സാങ്കേതികതയ്ക്ക് സ്ഥാനമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഭാഷാശാസ്ത്രം വികസിപ്പിക്കേണ്ടതുണ്ട്. ഭാഷാസൂത്രണം അച്ചടിയിൽ നിന്ന് പുതിയ ഡിജിറ്റൽ വിഭവ ശേഖരമായിട്ട് മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച്, സ്പീച്ച് ടു ടെക്സ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പുതിയ തരത്തിലുള്ള ഭാഷാ സാങ്കേതികത ആസൂത്രണം വളരെ കൃത്യമായി നടക്കണം. അതുപോലെ ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രാദേശിക ഭാഷകളെ വീണ്ടെടുക്കേണ്ടതുണ്ട്. കാരണം പ്രാദേശിക മാനക ഭാഷാ രൂപീകരണം സംഭവിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് പ്രാദേശിക ഭാഷകളാണ്. ആ ഭാഷാഭേദങ്ങളിലൂടെയാണ് നമ്മുടെ സർഗാത്മകത നിലനിൽക്കുന്നത്. ഓരോ വാക്കും അത് പ്രദേശത്തിൻ്റെ ജ്ഞാനവ്യവസ്ഥയാണ്. ആ ജ്ഞാനവ്യവസ്ഥ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഉൾക്കൊള്ളുകയും അതിനെ കൃത്യമായിട്ട് നമ്മുടെ ആസൂത്രണ വിഭവമാക്കി മാറ്റുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മലയാള ഭാഷയുടെ വികാസം തന്നെ നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ അത് സാഹിത്യ ഭാഷയെ മാത്രം കേന്ദ്രീകരിച്ച് കൊണ്ട് ഉള്ള ഒരു ചിന്തയാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. എല്ലാ തരത്തിലുള്ള, ഇപ്പോൾ കാർഷിക മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അറിവും ഒരുപാട് പദങ്ങളും ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ പ്രാദേശികമായ ഭാഷാ വിഭവത്തെ ശേഖരിക്കുക, ഭാഷാ വിഭവത്തെ പ്രധാനമായി ഈ ഓൺലൈൻ സംവിധാനമാക്കി മാറ്റുക. മലയാള ഭാഷയുടെ ശാസ്ത്രീയ ഭാഷാസൂത്രണം നമ്മൾ ആ നിലയ്ക്ക് നടപ്പിലാക്കുക. വലിയ ഓൺലൈൻ നിഘണ്ടുക്കൾ ഉണ്ടാവുക. അതുപോലെ കമ്പ്യൂട്ടേഷണൽ വ്യാകരണങ്ങൾ ഉണ്ടാവുക. എല്ലാ തരത്തിലുള്ള മെഷീൻ ട്രാൻസ്ലേഷൻ, യന്ത്രതർജ്ജമയെ സഹായിക്കുന്ന തരത്തിൽ നമ്മുടെ ഭാഷാ വിഭവശേഷി ഉയർത്തുക. ഇതൊക്കെയാണ് ആധുനിക കാലത്ത്, പ്രത്യേകിച്ചും ഭാഷാ സാങ്കേതികതയുടെ കാലത്ത് നമുക്ക് വേണ്ടുന്ന ആസൂത്രണം. അങ്ങനെ ചുരുക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാം ഇതുവരെ ഭാഷാസൂത്രണത്തിൽ പറയുന്നു എങ്കിലും കൃത്യമായിട്ടുള്ള ആസൂത്രണ വഴികൾ നിർവചിച്ചെടുത്തിട്ടില്ല. ഇപ്പോഴും നമ്മൾ വളരെ ചുരുങ്ങിയ ചില മേഖലകളിൽ ഭാഷാസൂത്രണത്തെ കാണുന്നു എന്നതാണ് ഒരു പരാധീനത. അതായത് വിദ്യാഭ്യാസ മാധ്യമം മലയാളത്തിൽ എന്ന് ഒന്ന്,
രണ്ട് നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം, അതായത് ഭാഷയെ, മലയാള ഭാഷയെ വൈജ്ഞാനിക ശേഷിയുള്ള ഭാഷയാക്കി മാറ്റുക എന്ന്. ഇതൊക്കെ വളരെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിലനിന്നിരുന്ന കാര്യമാണ്. കാരണം സംസ്കൃത ജ്ഞാനത്തെ പൂർണ്ണമായി മലയാളത്തിൽ എത്തിക്കാൻ ഒട്ടേറെ ശ്രമങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികളുടേതായിട്ടുള്ള ശ്രമങ്ങളൊക്കെ വളരെ വിപുലമായി നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ സാഹിത്യ സമ്പത്ത് മൊത്തം എഴുത്തച്ഛനിലൂടെയും അതുപോലെ ഭാസ കാളിദാസ നാടകങ്ങളൊക്കെ തന്നെ AR-ലൂടെയൊക്കെ മലയാളിക്ക് ലഭിച്ചു. അതായത് മറ്റ് ഭാഷയുടെ ജ്ഞാനം വിവർത്തനക്ഷമമാക്കിക്കൊണ്ട് മലയാള ഭാഷ 12-ാം നൂറ്റാണ്ട് മുതലേ ശക്തി പ്രാപിച്ചു, ശക്തിയായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഇത് ഭാഷയെ നമ്മൾ ഇന്നല്ല ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ AR-നെ പോലുള്ള ആൾക്കാരുടെ ഭാഷാസൂത്രണ രീതികൾ, നയങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ വിപുലമായി ഒട്ടേറെ കാര്യങ്ങൾ നമുക്കിനിയും ചർച്ച ചെയ്യേണ്ടതും. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ചർച്ച പ്രധാനമായും ഈ സൈബർ യുഗത്തെ അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തെ മലയാള ഭാഷ എങ്ങനെ നേരിടണം, ഡിജിറ്റൽ സിറ്റിസൺസ് ആയിട്ടുള്ള പൗരത്വമുള്ള ജനതയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ഭാഷയെ സജ്ജമാക്കേണ്ടത്, ആ സാങ്കേതികതയുമായിട്ട് എങ്ങനെ ഇണക്കി ചേർത്തുകൊണ്ട് വളരെ സ്വാഭാവികമായി ഇംഗ്ലീഷ് എങ്ങനെയാണോ കമ്പ്യൂട്ടറിന് സ്വാഭാവിക ഭാഷയായി മാറിയിരിക്കുന്നത് അത്തരത്തിലുള്ള പ്രബലമായ ഒരു ശേഷി, അതിപ്പോൾ വിക്കി മലയാളത്തിലൂടെ ആയാലും മലയാളത്തിൻ്റെ വിഭവശേഷി ഡിജിറ്റൽ സന്ദർഭത്തിൽ ഉയർത്തിയും സാങ്കേതികത വികസിപ്പിച്ചും അതിനകത്ത് എല്ലാത്തരം പർപ്പസിനും ഏത് ആൾക്കാർക്കും ഏത് വാക്ക് വേണമെങ്കിലും ലഭ്യമാകുന്ന സാഹചര്യം, അതായത് മൾട്ടി ലിംഗ്വൽ ട്രാൻസ്ലേഷൻസ് ഇതൊക്കെ കൊണ്ടുവന്ന് ലഭ്യമാക്കേണ്ടത് ഉണ്ട്. ശാസ്ത്ര സാങ്കേതിക ജ്ഞാനത്തോടൊപ്പം തന്നെ നിയമഭാഷയുടെ കാര്യത്തിലായാലും പിന്നെ സാങ്കേതിക ജ്ഞാനത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ ഈ വിഭവശേഷി ഉയർത്തേണ്ടതുണ്ട്. ഈ വിഭവശേഷി ഇനിയും അച്ചടിയെ ലക്ഷ്യമാക്കിയല്ല നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത്, ഡിജിറ്റലായിട്ട്. അപ്പോൾ പലപ്പോഴും ഇൻ്റർലിങ്കിങ് ഡിക്ഷണറീസ്, ഇൻ്റർലിങ്കിങ് ഗ്രാമേഴ്സ് എന്നൊക്കെ പറയുന്ന ട്രാൻസ്ലേഷനെ കൂടുതൽ സഹായിക്കുന്ന തരത്തിൽ, മെഷീൻ ട്രാൻസ്ലേഷന് കൂടുതൽ സഹായകമാകുന്ന തരത്തിൽ ഉള്ള ഒരു ആസൂത്രണ പദ്ധതിയാണ് നമ്മുടെ ഭാഷയ്ക്ക് ഇനി ആവശ്യം. അപ്പോൾ വിദ്യാഭ്യാസ മാധ്യമവും വൈജ്ഞാനിക മാധ്യമവും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വിവർത്തന സാക്ഷരതയുള്ള ഭാഷയാണ് മലയാളം. ആ വിവർത്തന സാക്ഷരതയെ കൂടുതൽ ശാക്തീകരിക്കാനായിട്ട്, ഈ യന്ത്രതർജ്ജിമയെ കൂടുതൽ യാഥാർത്ഥ്യമാക്കാനായിട്ട് മലയാളത്തിൽ നിന്നുകൊണ്ട് തന്നെ ലോകത്തെ അറിയാനും ലോകത്തെ അറിയിക്കാനും ഉള്ള ഒരു സാധ്യതയാണ്, ഒരു പ്ലാറ്റ്ഫോമാണ് മെഷീൻ ട്രാൻസ്ലേഷൻ അഥവാ യന്ത്രവിവർത്തനം നമുക്ക് നൽകുന്നത്. അപ്പോൾ ആ യന്ത്രവിവർത്തനത്തിൻ്റെ സാധ്യതകൾ മൊത്തം പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ നമ്മൾ മലയാളത്തെ വിഭവശേഷി, അതായത് ഭാഷാ സാങ്കേതിക വിഭവശേഷി ഉയർത്തുക. അതുപോലെ തന്നെ ആസൂത്രണത്തിന് വേണ്ടിയിട്ടുള്ള രൂപരേഖ, നമ്മൾ എന്താണ് അടുത്ത 20 വർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അടുത്ത 10 വർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ജനകീയ ഭാഷാസൂത്രണം എന്ന രീതിയിൽ ഭാഷാസൂത്രണത്തെ നോക്കിക്കാണേണ്ടത്. ഇത് വെറും സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകൾ മാത്രമല്ല, ഒരു ജനകീയ ഭാഷാസൂത്രണം എന്ന രീതിയിൽ വരണം. ഉദാഹരണത്തിന് ഇപ്പോൾ ITH സ്കൂൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു ജനകീയ ഭാഷാസൂത്രണത്തിൻ്റെ സ്വഭാവത്തിലാണ്. കാരണം കുട്ടികൾ ഔട്ട് ഓഫ് പ്രിൻ്റ് ആയിട്ടുള്ള, പ്രിൻ്റിൽ ലഭ്യമല്ലാത്ത ഒട്ടേറെ ഗ്രന്ഥങ്ങൾ അവർ ഡിജിറ്റലൈസ് ചെയ്ത് നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഡിജിറ്റൽ വിഭവശേഖരം വർദ്ധിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് ലഭ്യമല്ലാതിരുന്ന ഗ്രന്ഥങ്ങളുമായിട്ട് നമുക്കൊരിക്കൽ കൂടെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാകുന്നുവെന്ന്. അങ്ങനെ നമ്മുടെ ചരിത്രത്തെ പുനർനിർമ്മിക്കുന്ന പ്രക്രിയയിലും അതുപോലെ ചരിത്രത്തിൻ്റെ സമ്പത്ത് നിലനിർത്തുന്ന പ്രക്രിയയിലും മലയാള ഭാഷയുടെ ഡിജിറ്റൽ സാന്നിധ്യം ഉയർത്തേണ്ടതും ഡിജിറ്റൽ മൂലധനം ഉയർത്തേണ്ടതും ആവശ്യമായതുകൊണ്ട് അത്തരത്തിൽ ഉള്ള ഭാഷാസൂത്രണം, ഇത് നിങ്ങൾ വിദ്യാർത്ഥികളായ നിങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാം. നിങ്ങൾക്ക് ഇതുപോലെ ജനകീയമായിട്ട് തന്നെ നിങ്ങളുടെ പ്രദേശത്തെ ഭാഷ ശേഖരിക്കാം. അത് വളരെ കൃത്യമായിട്ട് ഡിജിറ്റലൈസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും അതത് പ്രദേശത്തെ നശിച്ചു പോകുന്ന ഭാഷകളെ
ശബ്ദശേഖരണം നടത്തുകയും അതിനെ ഗവേഷണാത്മകമായ രീതിയിൽ പരിശോധിച്ച് സംസ്കരിച്ച് ഈ ഡിജിറ്റൽ വിഭവങ്ങളാക്കി മാറ്റുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം. സാഹിത്യം മാത്രമല്ല ഭാഷ. സാഹിത്യം ഭാഷയുടെ ഒരു ഉപയോഗ മാതൃക മാത്രമാണ്. അതുപോലെ മനുഷ്യൻ്റെ മറ്റ് എല്ലാ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഭാഷാ വിഭവങ്ങൾ ലഭ്യമാക്കിയാൽ മാത്രമേ നമ്മുടെ വിവർത്തന സാക്ഷരത ഉയരുകയുള്ളൂ, നമ്മുടെ ഭാഷയുടെ വിഭവശേഷി ഉയരുകയുള്ളൂ, നമ്മുടെ ഡിജിറ്റൽ സാന്നിധ്യം ഉയരുകയുള്ളൂ. ആ രീതിയിലുള്ള ഒരു എന്താ പറയുന്നത്, എല്ലാവരുടെയും പങ്കാളിത്ത വികസന മാതൃകയായി ഭാഷാസൂത്രണം മാറണം എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ചോദ്യങ്ങളാകാം, തുടർന്നുള്ള ചർച്ച ആകാം.